How to become fluent in English, Part 2. Start from the day 1. ശരിക്കും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങുക. അതിന് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസോ ഒന്നും വേണ്ട. ഇപ്പൊ പലരുടെയും ചിന്തയെന്ന് പറയുന്നത്, പലരും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർ തുടങ്ങുന്നത് ആദ്യത്തെ ഒരു മാസം അവര് ശരിക്കും വൊക്കാബുലറിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കും, അടുത്ത ഒരു മാസം ഗ്രാമറിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും, അടുത്ത ഒരു മാസം ഇംഗ്ലീഷിന്റെ സ്ട്രക്ചർ പഠിക്കാനായിട്ട് മാറ്റിവെക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒന്നിന്റെ ആവശ്യമില്ല. സ്പീക്കിംഗ് ഫ്രം ദ ഡേ 1. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ മുതൽ തന്നെ അങ്ങോട്ട് സംസാരിക്കുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ചെറുതായിട്ട് ചെറിയ ചെറിയ രീതിയിലുള്ള ഇംഗ്ലീഷുകൾ, സ്റ്റെപ്സുകൾ ഒക്കെ നമ്മൾ സംസാരിച്ച് വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിലേക്ക് ഫ്ലുവൻസി ക്രിയേറ്റ് ആകും. ഈ ഫ്ലുവൻസിയുടെ ഒരു ബേസിക് രഹസ്യം, ഒരു സീക്രട്ട് നിലനിൽക്കുന്നത് തന്നെ കോൺഫിഡൻസിലാണ്. അപ്പൊ കോൺഫിഡൻസ് ബിൽഡ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് പറ്റൂ. അതിന് പ്രത്യേകിച്ചൊരു പ്രിപ്പറേഷന്റെ ആവശ്യകതയില്ല. സ്റ്റാർട്ട് ഫ്രം ദ ഫസ്റ്റ് ഡേ. താങ്ക് യു.